നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിന് രണ്ടാമത്തെ കേസിലും ജാമ്യം. ദ്വാരപാലക കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം അനുവദിച്ചത്. ആദ്യം അറസ്റ്റിലായ കട്ടിളപ്പാളി കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. 90 ദിവസത്തെ റിമാൻഡ് പൂർത്തിയാക്കിയതോടെയാണ് ദ്വാരപാലകയിലും ജാമ്യ ഹർജി നൽകിയത്. രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ച പത്മകുമാർ ഇന്ന് ജയിൽ മോചിതനാകും. കട്ടിളപ്പാളയിലെ സ്വർണം അപഹരിച്ച കേസിൽ നവംബർ 20-നാണ് പത്മകുമാർ ആദ്യം അറസ്റ്റിലാകുന്നത്. ഈ കേസിൽ നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചു. ഡിസംബർ 2-നാണ് ദ്വാരപാലക കേസിൽ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വാഭാവിക ജാമ്യത്തിന്റെ ആനുകൂല്യം അതിലും പത്മകുമാറിന് കിട്ടി. ദേവസ്വം മിനിറ്റ്സ് ഉൾപ്പെടെ തിരുത്തി സ്വർണ്ണക്കൊള്ളയ്ക്ക് പത്മകുമാർ കൂട്ടുനിന്നുവെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. കേസിലെ 7 പ്രതികൾ ഇതിനോടകം ജാമ്യം തേടി പുറത്തിറങ്ങി. ഇതിനിടെ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ ആനുകൂല്യം നേടി പുറത്തിറങ്ങുന്ന 6ാമത്തെ പ്രതിയാണ് പത്മകുമാർ. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 5 പേർക്ക് നേരത്തെ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. 2 പേർക്കാണ് സാധാരണ ജാമ്യം ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N വാസു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ S ശ്രീകുമാർ എന്നിവർക്ക് സ്വാഭാവിക ജാമ്യവും തന്ത്രി കണ്ഠരര് രാജീവര്, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവർക്കാണ് സാധാരണ ജാമ്യം കോടതി അനുവദിച്ചത്. അറസ്റ്റിലാകുമ്പോഴും ജയിൽ മോചിതനാകുമ്പോഴും എ പത്മകുമാർ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. 41-ാം ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തന്ത്രിയെ അതിരൂക്ഷമായ വാക്കുകളിലാണ് CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചത്. എന്നാൽ പത്മകുമാറിന് ഇപ്പോഴും നൽകുന്ന രാഷ്ട്രീയ കവചം തിരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷം ആയുധമാക്കിയേക്കാം. ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്.